ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രി വൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഫെബ്രുവരി 18 നമ്മുടെ ഡേറ്റ് ഷീറ്റ് വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാം, ജൂലൈ ബാച്ചിന്റെ എക്സാം 2025 നടക്കുന്ന ടെംപ്റ്റേറ്റീവ് എക്സാമിന്റെ ടൈം ടേബിൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് സബ്ജക്ട് വൈസ് ആയിട്ട് എങ്ങനെയാണ് അതിന്റെ ടൈം ടേബിൾ വന്നത്, എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്ന് വരെയുണ്ട് എക്സാം എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ ഡേറ്റ് ആണ്. അതായത് ഇത് ചേഞ്ച് ചെയ്യാനും ചേഞ്ച് ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ പുറമേ ഉള്ള സ്റ്റുഡൻസിനൊക്കെ ലീവ് എടുക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി അവരൊരു ഏകദേശം ഒരു ടൈം ടേബിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മാറാനും മാറാതിരിക്കാനും സാധ്യതയുണ്ട്. ഹാൾ ടിക്കറ്റ് വരുമ്പോഴാണ് കൺഫേം ആയിട്ട് എന്നാണ് എക്സാം, ഏത് ടൈമിലാണെന്ന് നിങ്ങൾ വിലയിരുത്തേണ്ടത്. ഇത് ജസ്റ്റ് ഒരു നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ ഡേറ്റ് ആണ് ജൂൺ 2025. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് BA ഇംഗ്ലീഷിന്റെ ആണ്. അപ്പൊ BA ഇംഗ്ലീഷ് പഠിക്കുന്ന സ്റ്റുഡൻസിന് എങ്ങനെയൊക്കെയാണ് എക്സാം, ഏത് ഡേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ പഠിക്കുന്നത് ചിലപ്പോൾ ഈ സബ്ജക്റ്റുകൾ ആയിരിക്കില്ല. അപ്പൊ അത് നിങ്ങളൊന്ന് കൺഫേം ചെയ്യണം. കാരണം ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ, അതായത് ടെംപ്റ്റേറ്റീവ് എക്സാം ഡേറ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളിത് ജസ്റ്റ് നമ്മുടെ സ്റ്റുഡൻസിനും അതുപോലെ പുറമേയുള്ള സ്റ്റുഡൻസിനും ഡേറ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ BA ഇംഗ്ലീഷിന് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 3/6/2025, അതായത് ജൂൺ 3 മുതലേ ജൂലൈ 7 വരെയാണ് അവർക്ക് എക്സാം വരുന്നത്. അപ്പോൾ മോർണിംഗ് സെക്ഷൻ, അതായത് മോർണിംഗ് സെക്ഷനും ഈവനിങ് സെക്ഷനും ആണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പൊ അത് മറക്കാതെ നിങ്ങൾ ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ മോർണിംഗ് സെക്ഷൻ ഏത് എക്സാം ആണ്, ഈവനിങ് സെക്ഷൻ ഏത് എക്സാം ആണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. എക്സാം ഡ്യൂറേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ചില എക്സാമുകൾ 3 മണിക്കൂർ ഉണ്ടായിരിക്കും, ചില എക്സാമുകൾ 2 മണിക്കൂറായിരിക്കും. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ മോർണിംഗ് സെക്ഷനും ഈവനിങ് സെക്ഷനും ഉണ്ട് നമ്മൾ പറഞ്ഞു. 3 വരുന്ന എക്സാം എന്ന് പറയുന്നത് ജെൻഡർ സെൻസിറ്റൈസേഷൻ ആണ്. അത് ആഫ്റ്റർനൂൺ ആണ്, 2 മണി മുതലാണ് എക്സാം വരുന്നത്. 2 മണി മുതൽ 5 മണി വരെയാണ് എക്സാം വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലാവും, ഒരു 1 മന്തിന്റെ എക്സാം ഡ്യൂറേഷൻ വരുന്നുണ്ട്. അപ്പൊ നല്ല അത്യാവശ്യം ഗ്യാപ്പോട് കൂടിയിട്ടാണ് എക്സാം വന്നിരിക്കുന്നത്. 3 കഴിഞ്ഞാൽ 10 ആണ് അടുത്ത എക്സാം വരുന്നത്. 10 എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി ആണ്. ഇന്ത്യൻ സൊസൈറ്റി, അത് നിങ്ങൾക്ക് അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പേപ്പർ നോക്കിയിട്ട് വേണം നിങ്ങൾ ആദ്യം പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ. അപ്പൊ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി എക്സാമിന് എളുപ്പമായിരിക്കും. 10 എക്സാം കഴിഞ്ഞാൽ പിന്നെ 19 എക്സാം വരുന്നത് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, അതായത് നിങ്ങളുടെ മെയിൻ പേപ്പർ ആണ്. അപ്പൊ അത് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. പിന്നെ വരുന്നത് 21 ഒരു ദിവസത്തെ ഡിഫറൻസ് ഉണ്ട്. അത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും ഉള്ള പേപ്പറാണ്. അത് മോർണിംഗ് സെക്ഷൻ ആണ്, നിങ്ങൾ വിട്ടുപോരുത്. മോർണിംഗ് 10 മണി മുതൽ 1 മണി വരെയാണ് എക്സാം. എക്സാമിന്റെ ടൈം ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോഴാണ് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു എക്സാം മാത്രമാണ് മോർണിംഗ് സെക്ഷന് ഇംഗ്ലീഷ് ബാച്ചിന് വരുന്നുള്ളൂ. പിന്നെ 21 കഴിഞ്ഞാൽ 25 അടുത്ത എക്സാം വരുന്നത്. അത് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണ്. അതും ഇംഗ്ലീഷ് പേപ്പർ എടുക്കുന്നവരെ സംബന്ധിച്ച് മെയിൻ പേപ്പർ ആണ്. നെക്സ്റ്റ് വരുന്നത് 28 ഓൾമോസ്റ്റ് 1-2 ദിവസത്തെ ഡിഫറൻസുകൾ വരുന്നുണ്ട്. അത് കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈമും കമ്പാരിറ്റീവ്ലി ഉണ്ട്. 28 വരുന്നത് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണ്. ലിറ്ററേച്ചർ പേപ്പറുകളും കമ്പാരിറ്റീവ്ലി ഈസി ആണ്. അത് കാരണം അതും നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ നിങ്ങളുടെ മെയിൻ പേപ്പർ ആണ്. പിന്നെ വരുന്നത് 3 എന്ന് പറയുമ്പോൾ ജൂലൈയിൽ സെക്ഷൻ ആയിരിക്കും. ജൂലൈയിലേക്ക് എക്സാം വന്നു. അപ്പൊ ജൂലൈയിൽ വരുന്നത് ബ്രിട്ടീഷ് പോയട്രി ഡ്രാമ, അതും നിങ്ങളുടെ മെയിൻ പേപ്പർ ആണ്. അപ്പൊ അതും നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് 7 അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 3 തൊട്ട് 7 വരെയാണ് നമുക്ക് ഒരു 1 മന്ത് ഡ്യൂറേഷന്റെ എക്സാം ആണ്. 7 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെന്ന് അറിയാം.
എൻവയോൺമെന്റൽ സ്റ്റഡീസ് ലാസ്റ്റ് പേപ്പർ ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് BA ഇംഗ്ലീഷിന്റെ എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ അത് ഫോക്കസ് ചെയ്യാം. നമുക്കൊരു മാർച്ച് ഹാഫോട് കൂടെ നമുക്ക് എക്സാം രജിസ്ട്രേഷന്റെ ടൈം ആയിരിക്കും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഹോൾ ടിക്കറ്റ് വരുമ്പോൾ ഇതിനൊരു കൺഫർമേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് BA സോഷ്യോളജി. BA സോഷ്യോളജി ഒരുപാട് സ്റ്റുഡൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സോഷ്യോളജി റിലേറ്റ് ചെയ്ത എക്സാം ടൈം ടേബിൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. അപ്പൊ സോഷ്യോളജിക്കും 3-ാം തീയതി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്കും 7-ാം തീയതി വരെ തന്നെയാണ് എക്സാം. അപ്പൊ ഡേറ്റുകൾ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും BA ഇംഗ്ലീഷിനെ സംബന്ധിച്ചുണ്ടാവും. അപ്പോൾ ഇതിലും ഒരു മോർണിംഗ് സെക്ഷനും ആഫ്റ്റർനൂൺ സെക്ഷനും ഉണ്ട്. മോർണിംഗ് സെക്ഷൻ ഒറ്റ എക്സാമേ ഉള്ളൂ, ബാക്കിയെല്ലാം ആഫ്റ്റർനൂൺ സെക്ഷൻ തന്നെയാണ്. അപ്പൊ 3-ാം തീയതി നേരത്തെ പറഞ്ഞ പോലെ ജെൻഡർ സെൻസിറ്റൈസേഷൻ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ 10-ാം തീയതിയാണ് എക്സാം വരുന്നത്. 10-ാം തീയതി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്, കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള പേപ്പർ ആണ്. 17-ാം തീയതിയാണ് അടുത്ത എക്സാം വരുന്നത്. 17-ാം തീയതി ഇൻട്രൊഡക്ഷൻ ഓഫ് സോഷ്യോളജി 1 ആണ്. അത് നിങ്ങളുടെ മെയിൻ പേപ്പർ ആണ്. അപ്പൊ അത് കുറച്ചും കൂടെ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. പിന്നെ 17-ാം തീയതി കഴിഞ്ഞാൽ 18-ാം തീയതി എക്സാം ഉണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ എക്സാം ഉണ്ട്. അപ്പൊ നിങ്ങൾ മറക്കരുത്. അപ്പൊ ഈ 2 പേപ്പർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുക, കാരണം അതിന്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നില്ല. 18-ാം തീയതി നിങ്ങൾക്ക് എക്സാം വരുന്നത് സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 ആണ്. അപ്പൊ അതും നിങ്ങളുടെ മെയിൻ പേപ്പർ ആണ്. അപ്പൊ രണ്ടും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ഓൾറെഡി പഠിച്ചു വെക്കുക. പിന്നെ 29-ാം തീയതി നേരത്തെ പറഞ്ഞ പോലെ മോർണിംഗ് സെക്ഷൻ ആണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അത് മാത്രം നമുക്ക് മോർണിംഗ് സെക്ഷൻ ആണ് വരുന്നത് 10 മണി മുതൽ 1 മണി വരെ. പിന്നെ നെക്സ്റ്റ് എക്സാം വരുന്നത് നല്ല ഗ്യാപ്പ് ഉണ്ട്, 28-ാം തീയതിയാണ് വരുന്നത്. 28-ാം തീയതി ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 2, അതും മെയിൻ പേപ്പർ ആണ്. നെക്സ്റ്റ് എക്സാം നമുക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്, 30-ാം തീയതിയാണ് വരുന്നത്. 30-ാം തീയതി സോഷ്യോളജി ഓഫ് ഇന്ത്യ 2, അതും മെയിൻ പേപ്പർ ആണ്. അപ്പൊ അതും നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് 7-ാം തീയതി ആണ്, ജൂലൈയിലാണ്. അപ്പോൾ 30 കഴിഞ്ഞാൽ പിന്നെ 7 ആണ്, ഒരുപാട് ദിവസത്തെ ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വരാം. അപ്പൊ അതിന് നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ബാക്കി പേപ്പേഴ്സ് ഒക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പൊ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സോഷ്യോളജി സ്റ്റുഡൻസിനെ സംബന്ധിച്ച് കമ്പാരിറ്റീവ്ലി ഈസി പേപ്പർ ആയതുകൊണ്ട് ഓൾറെഡി പഠിച്ചു വെക്കുക നിങ്ങൾ. അപ്പൊ എക്സാമിന് അത്ര ബുദ്ധിമുട്ട് വരില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് BA ഹിസ്റ്ററി ആണ്. BA ഹിസ്റ്ററി എടുത്ത സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 3-ാം തീയതി തന്നെയാണ് എക്സാം തുടങ്ങുന്നത്. 7-ാം തീയതി വരെ തന്നെയാണ് എക്സാം ഉള്ളത്. അപ്പൊ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് ഇങ്ങനെയൊക്കെ ഡേറ്റ് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. 3-ാം തീയതി നമുക്ക് ജെൻഡർ സെൻസിറ്റൈസേഷൻ പേപ്പർ തന്നെയാണ്. 3-ാം തീയതി കഴിഞ്ഞ് പിന്നെ 10-ാം തീയതി ആണ് വരുന്നത്. 10-ാം തീയതി ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് ആണ് പേപ്പർ വരുന്നത്. അതും സാധാരണ പോലെ ബാക്കി പേപ്പേഴ്സിന്റെ പോലെ തന്നെയാണ്. 10 കഴിഞ്ഞ് പിന്നെ 18-ാം തീയതിയാണ് എക്സാം വരുന്നത്. നല്ല ഡിഫറൻസ് ഉണ്ട് അവിടെ. അപ്പോൾ 18-ാം തീയതി വരുന്നത് സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചർ ആണ്. അത് നിങ്ങളുടെ മെയിൻ പേപ്പർ ആണ്, നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. 18 കഴിഞ്ഞ് പിന്നെ 20-ാം തീയതിയാണ് എക്സാം വരുന്നത്. 20-ാം തീയതി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 2 ആണ്, അതും മെയിൻ പേപ്പർ ആണ്. അധികം ഡിഫറൻസ് ഇല്ല. അത് കാരണം ഓൾറെഡി പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കണം, എന്നാലാണ് നമുക്ക് ഇത് പെട്ടെന്ന് എക്സാം വരുമ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് 21-ാം തീയതി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇതെല്ലാവർക്കും ഉള്ള പേപ്പർ ആണ്. ഈ ഒരു പേപ്പർ മാത്രമാണ് നമുക്ക് മോർണിംഗ് സെക്ഷൻ വരുന്നത്. അപ്പോൾ മോർണിംഗ് 10 AM to 1 PM ആണ് ഈവനിങ് വരുന്നത്. 2 to 5 ആണ് എക്സാം വരുന്നത്. അപ്പൊ അത് മറക്കരുത്. അപ്പൊ 21-ാം തീയതി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ പറഞ്ഞു. പിന്നെ 26-ാം തീയതി ആണ് വരുന്നത്. 26-ാം തീയതി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1. അപ്പൊ അതും നിങ്ങളുടെ മെയിൻ പേപ്പർ ആണ്. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. 26 കഴിഞ്ഞ് 28-ന് എക്സാം വരുന്നത്. 28 സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചർ പാറ്റേൺ ഓഫ് മിഡീവൽ വേൾഡ്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയുടെ പേപ്പർ ആണ്. അത് ഫോക്കസ് ചെയ്യാം. 28 കഴിഞ്ഞിട്ട് പിന്നെ 7-ാം തീയതിയാണ് എക്സാം വരുന്നത്. നല്ല ഡിഫറൻസ് ഉണ്ട്. അത് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അപ്പൊ ആ പേപ്പറും നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അപ്പൊ ഹിസ്റ്ററിക്കാരെ സംബന്ധിച്ചുള്ള ടൈം ടേബിളും കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പാറ്റേൺ വെച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകാൻ ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജി. അപ്പൊ സൈക്കോളജി എടുത്ത ഓൾമോസ്റ്റ് സ്റ്റുഡൻസിന് എന്തൊക്കെയാണ് ഡേറ്റ് എന്നുള്ളത് അവർക്കൊരു കൺഫ്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ BA സൈക്കോളജിയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 3/6 തന്നെയാണ്. 7-ാം തീയതി വരെ തന്നെയാണ് എക്സാം അവർക്ക് വരുന്നത്. 3-ാം തീയതി അവർക്ക് എക്സാം ജെൻഡർ സെൻസിറ്റൈസേഷൻ ആണ്, ഈവനിങ് സെക്ഷൻ ആണ് എക്സാം വരുന്നത്. 3 കഴിഞ്ഞിട്ട് 10-ാം തീയതി വരുന്നത് ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ്. 10 കഴിഞ്ഞിട്ട് പിന്നെ 18-ാം തീയതിയാണ് എക്സാം വരുന്നത്. ഡിഫറൻസ് ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. ബയോസൈക്കോളജി ആണ്, അത് മെയിൻ പേപ്പർ ആണ്. അപ്പൊ അത് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെ 21-ാം തീയതി നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മോർണിംഗ് സെക്ഷൻ ആണ് എക്സാം വരുന്നത്. 21 കഴിഞ്ഞാൽ പിന്നെ 26-ാം തീയതിയാണ് എക്സാം. 26-ാം തീയതി ജനറൽ സൈക്കോളജി ആണ്, നിങ്ങളുടെ മെയിൻ പേപ്പർ ആണ്. നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. 26 കഴിഞ്ഞാൽ പിന്നെ 28-നാണ് എക്സാം വരുന്നത്. സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്, അതും മെയിൻ പേപ്പർ ആണ്. നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാം.
നെക്സ്റ്റ് 30-ാം തീയതിയാണ് എക്സാം വരുന്നത്. 30-ാം തീയതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, സൈക്കോളജി ആൻഡ് റിസർച്ച് ആണ്. അതെല്ലാവർക്കും അറിയാം. മാത്സ്, അതായത് മാത്സ് ഓറിയന്റഡ് ആയിട്ടുള്ള പേപ്പർ ആണ്. അപ്പോൾ മാത്സിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം, നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. കമ്പാരിറ്റീവ്ലി അത് ലാസ്റ്റ് ആണ് എക്സാം, അത് കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തൊട്ട് തന്നെ ഫോക്കസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് 7-ാം തീയതിയാണ്. 30 കഴിഞ്ഞ് 7-ാം തീയതിയാണ്. അപ്പൊ അത് നല്ല ഡിഫറൻസ് ഉണ്ട്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്, അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. അപ്പൊ അതിന് ടൈമും ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എടുത്ത സ്റ്റുഡൻസ് ശ്രദ്ധിക്കണം, നിങ്ങളുടെ എക്സാം കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവരുടെ പോലെ 7-ാം തീയതി കഴിയുന്നില്ല. നിങ്ങൾക്ക് 3-ാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് 10-ാം തീയതിയാണ് നിങ്ങൾക്ക് എക്സാം കഴിയുന്നത്. അപ്പൊ അത് അവർ ശ്രദ്ധിക്കുക. 3-ാം തീയതി അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ പോലെ ജെൻഡർ സെൻസിറ്റൈസേഷൻ തന്നെയാണ്, അത് ഈവനിങ് സെക്ഷൻ തന്നെയാണ് എക്സാം വരുന്നത്. 3-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 10-ാം തീയതിയാണ് എക്സാം. 10-ാം തീയതി ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ്. അത് കഴിഞ്ഞ് 13-ാം തീയതിയാണ് എക്സാം വരുന്നത്. ഒരു 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് അവിടെ. പൊളിറ്റിക്കൽ തിയറി കോൺസെപ്റ്റ് ആണ്, അത് നിങ്ങളുടെ മെയിൻ പേപ്പർ ആണ്. അപ്പൊ അത് ഫോക്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ 21-ാം തീയതിയാണ് എക്സാം വരുന്നത്. അവിടെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അത് മോർണിംഗ് സെക്ഷൻ ആണ് എക്സാം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 28-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ നല്ല ഗ്യാപ്പ് ഉണ്ട് എക്സാമിന്. അപ്പോൾ 28-ാം തീയതിയിലത്തെ എക്സാം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ ആണ്, അത് മെയിൻ പേപ്പർ ആണ്. അപ്പൊ അതും നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. 28 കഴിഞ്ഞ് പിന്നെ 7-ാം തീയതിയാണ് നിങ്ങൾക്ക് എക്സാം. എല്ലാവരെ പോലെ തന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ് എക്സാം, അത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 7 കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ദിവസം തന്നെ 8-ാം തീയതി എക്സാം വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ മെയിൻ പേപ്പർ ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അത് മുൻകൂട്ടി പഠിച്ചു വെക്കാൻ നോക്കുക, കാരണം 2 എക്സാം അടുത്താണ്. അത് നിങ്ങൾ മറന്നു വരുത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 10-ാം തീയതിയാണ്. 8 കഴിഞ്ഞാൽ പിന്നെ 10-ാം തീയതിയാണ് എക്സാം വരുന്നത്. അത് അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ തിയറി, അത് മെയിൻ പേപ്പർ ആണ്. അത് ഫോക്കസ് ചെയ്യാം. പൊളിറ്റിക്കൽ സയൻസുകാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3-ാം തീയതി എക്സാം തുടങ്ങി നിങ്ങൾക്ക് 10-ാം തീയതി വരെ എക്സാം ഉണ്ട്. അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു എക്സാം മാത്രമാണ് അടുത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് പേപ്പർ നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് BSW സ്റ്റുഡൻസ് ആണ്. അപ്പൊ BSW സോഷ്യൽ വർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പൊ BSW സ്റ്റുഡൻസിന് 4-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 4-ാം തീയതി ഓണ്ടർപ്രണർഷിപ്പ് ആണ് അവരുടെ എക്സാം വരുന്നത്. അപ്പോൾ 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 10-ാം തീയതിയാണ് അടുത്ത എക്സാം. അവിടെ അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്. 10-ാം തീയതി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് എക്സാം വരുന്നത്. 10-ാം തീയതി കഴിഞ്ഞാൽ 17-ാം തീയതിയാണ് എക്സാം വരുന്നത്. 17-ാം തീയതി പ്രൊഫഷണൽ സോഷ്യൽ വർക്ക്, അത് മെയിൻ സബ്ജക്റ്റ് ആണ്. അപ്പോൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം. BSW സ്റ്റുഡൻസിനെ സംബന്ധിച്ച് കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് സബ്ജക്റ്റേ ഉള്ളൂ. അപ്പം നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം. നല്ല ടൈം ഗ്യാപ്പ് ഉണ്ട്. എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, നെക്സ്റ്റ് എക്സാം വരുന്നത് 19-ാം തീയതിയാണ്. 19-ാം തീയതി എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. അതും നിങ്ങളുടെ മെയിൻ പേപ്പർ തന്നെയാണ്. അത് പിന്നെ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് 1-ാം തീയതിയാണ്. 1-ാം തീയതി വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. വാല്യൂ എഡ്യൂക്കേഷൻ മോർണിംഗ് സെക്ഷൻ ആണ്, മറന്നു പോകരുത്. മോർണിംഗ് സെക്ഷനും ഈവനിങ് സെക്ഷനും നിങ്ങൾ മറക്കാതെ ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് എക്സാം എല്ലാവരെ പോലെ തന്നെ 7-ാം തീയതി തന്നെയാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അപ്പൊ അത് മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നോക്കുക. വളരെ കുറച്ച് സബ്ജക്റ്റേ ഉള്ളൂ, നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഇനി നെക്സ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് BBA ആണ്. അപ്പൊ BBA എടുത്തിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BBAക്കും സബ്ജക്ട് വൈസ് വളരെ കുറവാണ് സബ്ജക്റ്റുകൾ വരുന്നത്. ആകെ 6 സബ്ജക്റ്റ് ആണ് അവർക്ക് എക്സാം വരുന്നത്. പക്ഷെ ഉള്ള സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിച്ച് നന്നായിട്ട് നമ്മൾ അതിന് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മുതൽ 4 വരെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡ്യൂറേഷനിൽ അവർക്ക് ഇത്ര പേപ്പറേ ഉള്ളൂ. അപ്പൊ അത് കാരണം നന്നായിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ നോക്കണം. ഓക്കെ, അപ്പൊ 12-ാം തീയതി അവർക്ക് എക്സാം വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാർക്കറ്റിംഗ് ആണ്. ഈസി ആയിട്ടുള്ള പേപ്പർ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 20-ാം തീയതിയാണ് എക്സാം വരുന്നത്. നല്ല ഡിഫറൻസ് അവിടെ ഉണ്ട് ഡേറ്റിന്. ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് ആണ് നെക്സ്റ്റ് എക്സാം വരുന്നത്. പിന്നെ 21-ാം തീയതി തൊട്ടടുത്ത ദിവസം തന്നെ എക്സാം വരുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. 21-ാം തീയതി മോർണിംഗ് സെക്ഷൻ ആണ് എക്സാം, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നെക്സ്റ്റ് 23rd എക്സാം വരുന്നത്. 23rd ഇൻട്രൊഡക്ഷൻ ടു റീറ്റെയിൽ മാർക്കറ്റിംഗ് മെയിൻ പേപ്പർ ആണ്. ഇപ്പൊ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. 23 കഴിഞ്ഞാൽ പിന്നെ 28 എക്സാം വരുന്നത്, റീറ്റെയിൽ മാനേജ്മെന്റ്. അപ്പോൾ ആ പേപ്പർ മോർണിംഗ് സെക്ഷൻ ആണ് വരുന്നത്. കാരണം കമ്പാരിറ്റീവ്ലി എല്ലാവർക്കും ഈവനിങ് ആണ്. അപ്പൊ BBAക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, അവർക്ക് 3 പേപ്പർ മോർണിംഗ് സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് 4-ാം തീയതിയാണ് എക്സാം വരുന്നത്. 4-ാം തീയതി സ്റ്റോർ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഈ പേപ്പർ വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം.
നെക്സ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ബികോം ആണ്. അപ്പൊ ബികോം ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ട്. ബികോമിന്റെ സ്റ്റുഡൻസ് ഫോക്കസ് ചെയ്യുക, എല്ലാ ഡേറ്റും കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അത് വെച്ച് തന്നെ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, പഠിക്കാനുള്ളത് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അവർക്ക് ഡേറ്റ് എന്ന് പറയുന്നത് 11-ാം തീയതി മുതൽ ജൂൺ 11 മുതൽ ജൂലൈ 7 വരെയാണ് അവർക്ക് എക്സാം വരുന്നത്. ഓക്കെ, അപ്പൊ ജൂൺ 11-ാം തീയതി അവർക്ക് എക്സാം വരുന്നത് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ആണ്. ആഫ്റ്റർനൂൺ സെക്ഷൻ ആണ് എക്സാം വരുന്നത്. 2 മണി മുതലാണ് എക്സാം വരുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് 11 കഴിഞ്ഞാൽ 16-ാം തീയതിയാണ് അവർക്ക് എക്സാം വരുന്നത്. 16-ാം തീയതി ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അപ്പൊ അതിപ്പോ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ ക്ലാസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് 19-ാം തീയതി ആണ്. 19-ാം തീയതി മോർണിംഗ് സെക്ഷൻ ആണ് എക്സാം വരുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള പേപ്പർ ആണ്. നിങ്ങളുടെ മെയിൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പഠിക്കുക. 16 കഴിഞ്ഞാൽ 19-നാണ് എക്സാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് 20-ാം തീയതി ആണ്. അവിടെ ഗ്യാപ്പ് ഇല്ല, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. 20-ാം തീയതി ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് ആണ് എക്സാമിന് വരുന്നത്. അപ്പോൾ അത് മുൻകൂട്ടി പഠിക്കാൻ നോക്കുക. 20-ാം തീയതി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എക്സാം വരുന്നത് 26-നാണ്. അപ്പൊ അവിടെ നല്ല ഗ്യാപ്പ് ഉണ്ട്, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. 26-ന് ഇൻട്രൊഡക്ടറി മൈക്രോ ഇക്കണോമിക്സ് ആണ്. ആ പേപ്പർ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം. മെയിൻ പേപ്പർ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1-ാം തീയതിയാണ് എക്സാം. അതായത് ജൂൺ കഴിഞ്ഞ് ജൂലൈയിൽ 1-ാം തീയതിയാണ് എക്സാം വരുന്നത്. അത് മോർണിംഗ് സെക്ഷൻ ആണ്. അപ്പോൾ മോർണിംഗ് സെക്ഷൻ നിങ്ങൾക്ക് 2 എക്സാം വരുന്നുണ്ട്. 1-2 എക്സാം മോർണിംഗ് സെക്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ മോർണിംഗ് സെക്ഷൻ വരുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ ആണ് ആ പേപ്പർ. അത് കഴിഞ്ഞാൽ പിന്നെ 7-ാം തീയതിയാണ് സാധാരണ എല്ലാവരെ പോലെ തന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അങ്ങനെയാണ് ബികോമുകാരുടെ ടൈം ടേബിൾ വരുന്നത്. അവർക്ക് 11-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി ലേറ്റ് ആയിട്ടാണ് അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 7-ാം തീയതി കഴിയും ചെയ്യും. അപ്പൊ ആ രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് വേണം ബികോംകാരെ എക്സാമിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ടൈം ടേബിൾ നമ്മൾ നോക്കിയത്. എല്ലാവർക്കും ഏകദേശം നമ്മുടെ എക്സാം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, എന്നാണ് എൻഡ് ചെയ്യുക, ഏതൊക്കെ ടൈമിലാണ് എക്സാം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാക്കി എക്സാം ഉള്ളവരെ, അതായത് ഇപ്പോൾ PG സെക്ഷൻ ആയാലും ബാക്കി സബ്ജക്ട് എടുത്ത സ്റ്റുഡൻസ് ആയാലും കൂടുതൽ അവരുടെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക. അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ്സ്, അതായത് ഇതുപോലെ ഡേറ്റ് ഷീറ്റ് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടെ സബ്ജക്ട് കോഡ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.